തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് രവി കാറിലിരുന്ന് ആലോചിച്ചു. മറ്റേന്നാ മോനെ അവളെ കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞു. ഡ്രസ്സ് എടുക്കുന്ന കാര്യം അവളോടൊന്ന് പറയാം. തനിക്ക് ഓഫീസിലിടാൻ ഷർട്ടുകൾ ഇപ്പോൾ കുറവാണ്. കുറച്ച് ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞാൽ അവൾക്ക് സന്തോഷമാകും. അവൾക്കും വീട്ടിലിടാൻ ഡ്രസ്സ് വേണമെന്ന് പറയുന്നത് കേട്ടായിരുന്നു. അന്ന് പുറത്തേക്ക് ഇടാനുള്ള ഡ്രസ്സുകളാണ് വാങ്ങിച്ചത്, വീട്ടിലിടാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. കുട്ടികൾക്കാണ് വീട്ടിലിടാൻ വാങ്ങിച്ചത്. അവൾക്കത് കേട്ടാൽ സന്തോഷമാകും. എന്നാൽ ഇന്ന് തന്നെ അവളോട് ആ കാര്യം പറയാമെന്ന് കരുതി അവൻ കടയിൽ കയറി സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വീട്ടിലേക്ക് ചെന്നു. സിറ്റ് ഔട്ടിൽ രമ്യ കാത്തു നിൽപ്പുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ദേഷ്യമൊന്നുമില്ല, വലുതായിട്ട് അവൻ താമസിച്ചതുമില്ല. സാധാരണ ഇതിലും താമസിച്ചാണ് വരുന്നത്. അങ്ങനെ സാധനങ്ങളെല്ലാം അകത്തേക്ക് കൊണ്ടുപോയി. അതിനുശേഷം പതിവ് ചായ കുടിയും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരവും കളിയും ചിരിയെല്ലാം കഴിഞ്ഞ് അത്താഴവും ഒക്കെ കഴിഞ്ഞ് അവർ റൂമിലെത്തിയതും അവൻ തുടക്കമിട്ടു. എടി നമുക്ക് കുറച്ച് ഡ്രസ്സ് എടുത്താലോ? ഡ്രസ്സ് എടുക്കാൻ ഇന്നാളല്ലേ നമ്മളെടുത്തത്. എനിക്കാണെങ്കിൽ ഓഫീസിലാണ് ഡ്രസ്സ് കുറവ്. അന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നു, അന്ന് എടുക്കാമായിരുന്നല്ലോ. ഇപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. എല്ലാം അങ്ങ് ഒരുമാതിരി കളറ് പോയ കണക്ക്. കളറ് പോയോ? അയ്യോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉടനെ തന്നെ എടുക്കാം, അവൾ പറഞ്ഞു. നീ എൻ്റെ ഡ്രസ്സൊന്നും ശ്രദ്ധിക്കാറില്ലേ? എനിക്കങ്ങനെ തോന്നിയില്ല കേട്ടോ, കളറ് പോയതായിട്ടൊന്നും. ഇനി നിങ്ങൾക്കല്ലേ നിങ്ങളുടെയൊക്കെ ഡ്രസ്സുകളെ പറ്റി അറിയത്തുള്ളൂ, എനിക്ക് ആണുങ്ങളെ ഡ്രസ്സിനെ പറ്റി എന്തറിയാം, അവൾ പറഞ്ഞു. ഇങ്ങനൊരു മണ്ടൂസ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നാളെ ഒരു ഉച്ചയ്ക്ക് ശേഷം നമുക്ക് കടയിൽ പോയാലോ? ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ലീവ് കിട്ടുമോ? ഞാൻ ചോദിക്കാം. ഉച്ചയ്ക്ക് ശേഷം നമുക്ക് പോവാം, കുട്ടികളെ കൂടെ കൊണ്ടുപോവാം. അപ്പോൾ കൊച്ചുങ്ങളുടെ പഠിത്തമോ? നാളെ അവരെ ഉച്ചയ്ക്ക് ഒന്ന് വിടാൻ ഞാൻ പറയാം. കാര്യം ഞാൻ അന്നേരം ഓഫീസിൽ നിന്ന് തിരിച്ച് അവരെയും എടുത്തുകൊണ്ട് വീട്ടിലോട്ട് വരാം. അത് നല്ല ഐഡിയ ആണെന്ന് അവൾക്ക് തോന്നി. ആണോ? എങ്കിൽ പിന്നെ അമ്മയും കൂടെ വരട്ടെ എന്നാ. അമ്മ വരുമോയെന്ന് എനിക്കറിയാൻ വയ്യ. അവന് മനസ്സിലപ്പോൾ തോന്നി രമ്യയുടെ കടയിലേക്കാണ് പോകുന്നതെന്ന് അമ്മയ്ക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് അമ്മ ഒട്ടും വരില്ല. അമ്മ വരത്തില്ലായിരിക്കൂടി. ഞാനൊന്ന് ചോദിച്ചു നോക്കാം അമ്മയെടുത്ത്. അമ്മയും കൂടെ വരുമെങ്കിൽ നല്ല രസമല്ലേ. അമ്മയെ നമ്മളങ്ങനെ പുറത്തൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ. ഡ്രസ്സ് മേടിക്കാൻ അമ്മയെ കൂടെ കൊണ്ടുപോകാം. അമ്മയ്ക്കും എന്തെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കട്ടെ, അവൾ പറഞ്ഞു. അവളുടെ നല്ല മനസ്സ് ഓർത്തപ്പോൾ അവന് സന്തോഷം തോന്നി. പക്ഷേ അമ്മയ്ക്ക് കാര്യം അറിയാവുന്നതുകൊണ്ട് അമ്മ വരില്ലെന്ന് അവനറിയാമായിരുന്നു. അങ്ങനെ അവൾ പറഞ്ഞു, എനിക്കാണെങ്കിൽ വീട്ടിലിടാൻ കുറച്ച് ഡ്രസ്സ് വേണം. നീ വാങ്ങിച്ചോ, നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകളൊക്കെ നീ വാങ്ങിച്ചോ, അവൻ പറഞ്ഞു. പിന്നെ രവിയേട്ടന് വീട്ടിലിടാൻ ഡ്രസ്സ് വേണ്ടേ? അതും വാങ്ങിക്കാം നമുക്ക്. കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ കൊച്ചുങ്ങൾക്ക് വാങ്ങിക്കാം. സച്ചുമോക്ക് വേണ്ടേ? അവൾക്ക് ഇന്നാളെ എടുത്തതേ ഉള്ളൂ. അവൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അവൾക്ക് മേടിക്കാം. ഇതെന്ത് പറ്റി രവിക്കെന്നാണ് അവൾ ആലോചിച്ചത്. കാര്യം തുണിക്കടയിൽ പോകുന്നതിന് ഇത്രയും സന്തോഷമൊന്നും ഇതുവരെയും കാണിച്ചിട്ടില്ല. നിങ്ങൾക്ക് എന്ത് പറ്റി മനുഷ്യ? ലോട്ടറി അടിച്ചാ? ലോട്ടറി അടിച്ചെങ്കിൽ ഡ്രസ്സ് എടുക്കാവോ? നമുക്കെല്ലാവർക്കും പോയി അങ്ങ് എടുക്കാമെന്നേ. അവൻ അവളെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു. അതിനുശേഷം രണ്ടുപേരും കുറച്ച് നേരം വേറെ ചർച്ചകളിലേക്കൊക്കെ പോയി. അതിനുശേഷം കുറേ നേരം ഫോണിൽ ഇങ്ങനെ നോക്കിയിരുന്നു. അതിനുശേഷം കിടന്നുറങ്ങി. ഇപ്പോൾ പിറ്റേന്ന് നേരം വെളുത്ത്. അടുക്കളയിൽ തിരക്ക് കുറവാണ്. കാരണം രവിക്കും ചോറ് കൊണ്ടുപോകണ്ട, കുട്ടികൾക്കും ചോറ് കൊണ്ടുപോകണ്ട. എല്ലാവരും ഉച്ചയ്ക്ക് ഇനി വരുവാണ്. ഇവിടെ വന്ന് കഴിച്ചതിന് ശേഷം എല്ലാവരും കൂടെ തുണിക്കടയിലേക്ക് പോകുന്നുള്ളൂ. അങ്ങനെ രാവിലത്തെ പ്രഭാത ഭക്ഷണമൊക്കെ സമാധാനത്തിനുണ്ടാക്കി രവിയും കുട്ടികളും ഒക്കെ കഴിച്ചു. സ്കൂളിൽ രവി വിളിച്ച് പറഞ്ഞു ഉച്ചയ്ക്ക് കുട്ടികളെ ഒന്ന് വിടണം, കാരണം 1-2 പോകാനുണ്ട്. അങ്ങനെ സ്കൂളിൽ നിന്ന് അനുവാദം കിട്ടി. അതിനുശേഷം കാപ്പിയൊക്കെ കഴിച്ച് രവിയും കുട്ടികളും ഇറങ്ങി. കുട്ടികളെ സ്കൂളിലാക്കി രവി ഓഫീസിലേക്കും പോയി. അതിനുശേഷം അമ്മാവിയും മരുമോളും ബാക്കിയുള്ള പണികളിലേക്ക് കടന്നു. ഓഫീസിലെത്തിയതും രവി ഫോണെടുത്ത് ഹൈഡ് ചെയ്ത് വെച്ചിരുന്ന അവളുടെ വാട്സപ്പ് ചാറ്റ് നോക്കി. കുറേ മെസ്സേജുകൾ. ഈ പെണ്ണിന് ഇത് തന്നെ ജോലിയെന്ന് അവൻ ആലോചിച്ചു. എന്തെടുക്കുന്നു രവിയേട്ടാ? കഴിച്ചോ കുടിച്ചോ? ഇപ്പോൾ ഇടയ്ക്കൊക്കെ രവിയേട്ടാന്നാക്കി വിളി. എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല, തലവേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജ്. ഭാഗ്യം വിളിച്ചിട്ടില്ല. ഇവളോട് ഞാൻ മെസ്സേജ് അയക്കരുത് വിളിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ മെസ്സേജ് അയപ്പിന് ഒരു കുറവുമില്ല. ഹൈഡ് ചെയ്ത് വെച്ചത് എത്ര നന്നായെന്ന് അവന് തോന്നി. സൗമ്യയ്ക്ക് ഹൈഡ് ചെയ്ത് വെക്കുന്നതിനെ കുറിച്ചൊന്നും അറിയാത്തത് കാര്യം. അല്ലെങ്കിൽ അഥവാ അവളങ്ങനെ എടുത്ത് നോക്കിയിരുന്നെങ്കിലോ എന്ന് അവൻ ആലോചിച്ചു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞ് താൻ കുഴയുന്നതല്ലാതെ രമ്യ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. അവളോട് എത്ര പറഞ്ഞാലും അവൾ കേൾക്കത്തില്ല. അങ്ങനെ അവൻ ഫോണെടുത്ത് ജസ്റ്റ് അവളെ ഒന്ന് വിളിക്കാമെന്ന് കരുതി. അല്ലെങ്കിൽ പിന്നെ ഇന്ന് സ്വൈര്യം തരത്തില്ല, എപ്പോഴും കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കും. ഓഫീസ് ടൈം അവൾക്കറിയാം. അങ്ങനെ അവൻ ഫോണിൽ നിന്നും രമ്യയെ വിളിച്ചു. മറുതലയ്ക്കൽ ആദ്യത്തെ ബെല്ലിൽ തന്നെ ഫോൺ എടുത്തു. നീ എന്താ ഫോണും കൈ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു? അവൻ ചോദിച്ചു. ഫോണും കൈ പിടിച്ചുകൊണ്ടിരിക്കാതെ പിന്നെ എൻ്റെ പ്രിയതമൻ വിളിക്കുമെന്ന് എനിക്കറിയാം. പ്രിയതമനോ? നീ എന്താണ് ഈ പറയുന്നത്? പിന്നെന്താ, പ്രിയതമനല്ലേ? നിങ്ങൾക്കങ്ങനെയല്ലായിരിക്കും, പക്ഷേ എനിക്കങ്ങനെയാണ്, അവൾ പറഞ്ഞു. ഇപ്പോൾ നീ എവിടെയാണ്? ഞാൻ കടയിലോട്ട് പോകുന്നു, അവൾ പറഞ്ഞു. കുഞ്ഞിനെ ഞാൻ ഡേ കെയറിലാക്കി. ഇനിയിപ്പം ഈ വർഷം തീരാറായല്ലോ, അടുത്ത വർഷം നീ സ്കൂളിലാക്കണ്ടേ? അവൻ പറഞ്ഞു. ആക്കണം. അതിനുശേഷം അവൻ ചോദിച്ചു, നീ കഴിച്ചോ?
ഞാൻ കഴിച്ചു. ഇന്ന് ഇത്ര ഉത്സാഹത്തിലാണെന്ന് തോന്നുന്നല്ലോ. ഉത്സാഹത്തിലാണ്. രവി ഇന്നലെ എന്നെ കാണാൻ വന്നില്ലേ, അതിൻ്റെ ഉത്സാഹമാണ്. ഇന്ന് വരുമോ കാണാൻ? എനിക്കെൻ്റെ വാചൊറിഞ്ഞു വരുന്നു. ഞാനെന്തെങ്കിലും പറയും കേട്ടോ. രവി ദേഷ്യം കാണിച്ചു. എൻ്റെ പൊന്നോ, ദേഷ്യം കാണിച്ച് എന്നെ ഭസ്മമാക്കരുതേ, ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. രവി ഇങ്ങനെ വിളിക്കുമ്പോൾ തന്നെ എനിക്ക് പകുതി ആശ്വാസമാണ്. അപ്പോൾ പിന്നെ എനിക്ക് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനൊരു സർപ്രൈസ് പറയാനാണ് വിളിച്ചത്. എന്തോന്നാ സർപ്രൈസ്? ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് വരുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം കടയിലോട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി മോനെയും കൊണ്ടുവരും. അവൾക്ക് തുള്ളിച്ചാടണോ എന്തുവെന്നറിയാൻ വയ്യ. അവൾ ഫോണിൽ കൂടെ രവിക്ക് ഉമ്മ കൊടുത്തു. ചേട്ടാ, ഇതെന്തൊരു ശല്യമെന്ന് അവൻ പറഞ്ഞു. ഇതിപ്പോൾ ഒരു സന്തോഷം പറഞ്ഞാലും ഒക്കത്തില്ലല്ലോ. ഇവളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വളരെ മോശമാണല്ലോ. അവനൊന്നും മിണ്ടിയില്ലെന്നേ ഉള്ളൂ. അങ്ങനെ അവൻ പറഞ്ഞു, നീ ഇനി ഒന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, അവനെ കാണുമ്പോഴേക്ക് നീ ഇനി വേറെ സംസാരിക്കാനോ അല്ലെങ്കിൽ കരയാനോ ഒന്നിനും നിൽക്കല്ലേ. ഞാൻ ആവർത്തിച്ച് പറയുക. ഇല്ല, ഞാൻ ഒന്നിനും നിൽക്കത്തില്ല. എന്തായാലും അവൾ വന്നിട്ട് ഉടനെ നിന്നെ ആയിരിക്കും തിരക്കുന്നത്. അവൾക്ക് തുണിക്കടയിൽ ഏറ്റവും ഇഷ്ടം നിന്നെയാണല്ലോ. അവൻ ഊന്നി പറഞ്ഞു. ഓക്കെ, എന്നാൽ ഞാൻ വെക്കട്ടെ. ഓഫീസിൽ നിന്നും ഇച്ചിരി നേരത്തെ ഇറങ്ങി കൊച്ചുങ്ങളെയും കൊണ്ട് വീട്ടിൽ ചെന്ന് ആഹാരമൊക്കെ കഴിച്ച് ഫ്രഷ് ആയിട്ട് വേണം അവളെയും കൊണ്ട് ഇറങ്ങാൻ. അമ്മയെ കൊണ്ടുവരുമോ? അവൾ ചോദിച്ചു. അമ്മയെ കൊണ്ടുവരാൻ അമ്മയ്ക്ക് അറിയാം നീ നിൽക്കുന്ന കടയിലോട്ടാണ് ഞങ്ങൾ വരുന്നതെന്ന്. അതുകൊണ്ട് അമ്മ ഒട്ടും വരത്തില്ല. നിങ്ങളൊന്ന് വിളിച്ച് നോക്ക്. അവൾ വിളിക്കണം കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട, അമ്മ വരത്തില്ല എന്ന്. എന്തായാലും ഒന്ന് വിളിച്ച് നോക്ക്. നിന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആകപ്പാടെ പ്രശ്നമാവത്തില്ലേ? നീ എന്തോ അർത്ഥത്തിലാണ് അമ്മയെ വിളിക്കാനൊക്കെ പറയുന്നത്? അല്ല, എനിക്കൊന്ന് കാണാനൊരു മോഹം. ഇത്രയും നാൾ നിനക്ക് ഈ മോഹം ഇല്ലായിരുന്നല്ലോ. ഇപ്പോൾ എവിടെ നിന്ന് വന്നു ഈ മോഹം? അമ്മ അവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. നീ ഒരിക്കലെങ്കിലും കാണാനെങ്ങനെ വന്നോ? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യും. എന്തായാലും കൊച്ചിനെ കൊണ്ടുപോ, അവൾ പറഞ്ഞു. ഓക്കെ, എന്നാൽ ശരി, നീ കടയിൽ വന്നിട്ട് കാണാം. അങ്ങനെ അവൻ ഫോൺ കട്ട് ചെയ്തു. അവൻ്റെ ഓഫീസ് വർക്കിലേക്ക് കടന്നു. അങ്ങനെ ഉച്ചയായപ്പോഴേക്കും അവൻ കുട്ടികളെ സ്കൂളിൽ നിന്നെടുത്ത് നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. വീട്ടിൽ ചെന്നതും ആഹാരമൊക്കെ റെഡിയായിരുന്നു. അങ്ങനെ കുട്ടികൾ മേലൊക്കെ കഴുകി പഴയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നപ്പോഴേക്കും അമ്മ അവർക്കുള്ള ആഹാരം വിളമ്പി. രവി ആഹാരം കഴിക്കണ്ടേ? അവൾ ചോദിച്ചു. കഴിക്കണം. എന്നാൽ പിന്നെ ഫ്രഷ് ആയിട്ട് വാ. കൊച്ചുങ്ങൾ കണ്ടാ ഫ്രഷ് ആയിട്ട് വന്ന ആഹാരം കഴിക്കാതിരിക്കുന്നേ. അതാണ് എൻ്റെ മക്കൾ. അവൻ എടുത്തു പറഞ്ഞു. നിങ്ങൾ പോയി ഫ്രഷ് ആവ്. നീ കുട്ടികളെടുത്ത് വർത്താനം പറഞ്ഞ് പിന്നെ അങ്ങനെ കുറേ നേരം അങ്ങ് പോകും. അങ്ങനെ രവി അകത്തേക്ക് പോയി ഫ്രഷായിട്ട് വന്നപ്പോഴേക്കും അമ്മാവിയുടെ മരുമകളുടെ സ്പെഷ്യൽ കറികളും കൂട്ടി അടിപൊളി ഒരു കഴിപ്പ് കഴിച്ചു. നല്ല കറികളായിരുന്നു. അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം അവൻ വെറുതെ തമാശ എന്നോണം ചോദിച്ചു, ഞങ്ങളിന്ന് കടയിൽ പോകുന്നുണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ, ഡ്രസ്സുമൊക്കെ വാങ്ങിക്കണം. അമ്മ വരുന്നുണ്ടോ? ഞാനങ്ങും വരുന്നില്ല മക്കളെ. അവളുടെ ഫേവററ്റ് തുണിക്കടയില്ലേ, അവിടെയാണ് പോകുന്നത്. അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. ഞാൻ വരുന്നില്ല. അവർക്കത് കേട്ടതും എന്തോ ഒരു പേടി പോലെ തോന്നി. ഇല്ല മോനെ, ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയാൽ മതി. അമ്മേ വാ അമ്മേ. സൗമ്യ അവരെ നിർബന്ധിച്ചു. അമ്മേ വാ, നമുക്ക് കാറിനകത്തല്ലേ പോകണത്, നമുക്ക് സ്ഥലങ്ങളൊക്കെ കണ്ട് സാധനമൊക്കെ വാങ്ങിച്ച് നല്ല എൻജോയ് ചെയ്ത് വരാം. അമ്മ എങ്ങും പോകുന്നില്ലല്ലോ, നമ്മളെ കൂടെ വാ. ഞാൻ വരുന്നില്ല മക്കളെ, ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വാ. എന്തെങ്കിലും നിങ്ങൾ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ മതി, അമ്മ പറഞ്ഞു. അമ്മയെ നിർബന്ധിച്ചിട്ട് കാര്യമില്ലെന്ന് രവി അവളോട് പറഞ്ഞു. കാരണം അവന് നന്നായിട്ടറിയാം, അമ്മയ്ക്ക് നന്നായിട്ടറിയാം. വേറെ ഏതെങ്കിലും കടയിലോട്ടായിരുന്നെങ്കിൽ അമ്മ ഒത്തിരി കൂടെ നിർബന്ധിച്ചാൽ വന്നേനെ. ഇവിടെ നിൽക്കുന്ന കടയായതുകൊണ്ടാണ് അമ്മ വരാത്തതെന്ന് അവന് മനസ്സിലായി. അങ്ങനെ എല്ലാവരും റെഡിയാകുന്ന തിരക്കിലായിരുന്നു. ആഹാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ പറഞ്ഞു, ഇനി കിടക്കാനും റെസ്റ്റ് എടുക്കാനും ഒന്നും സമയമില്ല, എല്ലാവരും റെഡിയായിക്കോ, നമുക്ക് ഒരു അരമണിക്കൂറിനകത്ത് ഇറങ്ങണമെന്ന്. അങ്ങനെ പിന്നെ രമ്യ പോയി കുളിച്ച് ഫ്രഷായി വേറെ ചുരിദാറൊക്കെ എടുത്തിട്ട് കൊച്ചുങ്ങളെയൊക്കെ റെഡിയാക്കി. അപ്പോഴേക്കും രവിയും റെഡിയായി വന്നു. അങ്ങനെ എല്ലാവരും കൂടി കടയിലേക്ക് പോകാനായി റെഡിയായി നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും അമ്മ വന്ന് പറഞ്ഞു, പതുക്കെ പോണേ മക്കളെ, പോയിട്ട് പെട്ടെന്ന് തിരിച്ചും വരണം. അമ്മയ്ക്ക് എന്തോ ടെൻഷനുള്ളത് പോലെ രവിക്ക് തോന്നി. അമ്മ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? ഞങ്ങൾ ആദ്യമായിട്ടാണോ പുറത്തു പോകുന്നത്? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ എല്ലാവരും കാറിലേക്ക് കയറുന്നത് രമ്യയുടെ അമ്മ നെഞ്ചിടിപ്പോടെ നോക്കി നിന്നു. മോനെ അവൾ എന്തായാലും കാണും, ഇനി എന്താണോ എന്തോ. അവർക്ക് അത് ഓർത്തപ്പോഴായിരുന്നു ടെൻഷൻ. ഇവളെങ്ങാനും ഇനി കൊച്ചിനെ മോനെന്ന് വിളിച്ച് ചെല്ലുവോ, ഇനി അവളെങ്ങാനും കരയോ പിഴിയോ വല്ലതും ചെയ്യുവോ, ഇനി ആ പടെ സൗമ്യയോട് ഒത്ത് സന്തോഷത്തോടെ കഴിഞ്ഞു പോവുകയാണ്, ഇനി അത് കാരണം ഒരു പ്രശ്നം ഉണ്ടാവും. അമ്മയുടെ നെഞ്ചിലാണെങ്കിൽ എനിക്ക് തീയാണ്. തിരിച്ചു വരുന്നിടം വരെ ഇനി എനിക്ക് സമാധാനം കിട്ടത്തില്ല. കാരണം എന്ന് വെച്ചാൽ അവളടുത്തോട്ടാണല്ലോ പോണത്. സ്വന്തം മോളാണെങ്കിലും പറയാതിരിക്കാൻ വയ്യ. ഒരു ആപത്ഘട്ടത്തിൽ കളഞ്ഞിട്ട് പോയവളാണ്. എന്നിട്ട് ഇതുവരെയും ഒരു ആൺകൊച്ചുള്ളതിനെ കാണാൻ പോലും വന്നിട്ടില്ല. അവളെ ജീവിതം തേടി പോയിട്ട് ഇപ്പം കൊച്ചിനെ കാണണമെന്ന്. അവൾ എന്തോ അർത്ഥത്തിലാണ് കൊച്ചിനെ കാണാൻ നിൽക്കുന്നതെന്ന് അവരിങ്ങനെ ആലോചിച്ചു. എന്തെങ്കിലും ആവട്ടെ, ദൈവത്തിനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഭഗവാനെ ഒരു പ്രശ്നവും ഇല്ലാതെ തിരിച്ചു വരണേ എന്നായിരുന്നു ആ അമ്മയുടെ പ്രാർത്ഥന. അങ്ങനെ അവർ
തുണിക്കടയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗവുമായി ഞാൻ വീണ്ടും വരും. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോറി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.